نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഹ്സിനീങ്ങളായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ദിവസത്തെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നതിനിടക്ക് ഗ്രൂപ്പാക്കി ചർച്ചകൾ നടക്കുമ്പോൾ ഒരു ഗ്രൂപ്പിന് നൽകിയ ചർച്ചയുടെ വിഷയം 10-15 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പുസ്തകത്തിലാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്ന് നവീകരിക്കാനുള്ള ചർച്ചയാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ നിന്നും ഒരു അധ്യാപകൻ അവർ ചർച്ച ചെയ്ത വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് കൂട്ടിച്ചേർത്ത ഒരു ആശയം ഇങ്ങനെയായിരുന്നു: ദിവസങ്ങൾ, ഓരോരോ ദിവസങ്ങളും സാംസ്കാരികമായി അല്ലെങ്കിൽ സമൂഹമാകട്ടെ ജനതയാകട്ടെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുസ്തകത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി അത് പ്രിന്റിങ്ങിന് വേണ്ടി കൊടുക്കുമ്പോഴുള്ള അവസ്ഥയായിക്കൊള്ളണമെന്നില്ല. പ്രിന്റിങ് കഴിഞ്ഞ് നമ്മുടെ കയ്യിലെത്തി അത് കുട്ടികളുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും എന്നത് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ തന്നെ വ്യത്യസ്തമായ മാറ്റങ്ങൾ, ഓരോ ദിനവും മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സമൂഹത്തിൽ എന്നുള്ളത് പറയാനാണ് ഞാൻ ഇതിവിടെ ഓർത്തു വെച്ചത്. പുതിയ തലമുറയാകട്ടെ, ജനതയാകട്ടെ, നാടാവട്ടെ, ഒരു ദിവസം തന്നെ വ്യത്യസ്ത മാറ്റങ്ങൾക്ക് സാംസ്കാരികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല. കുടുംബത്തിന്റെ തുടക്കം കുറിക്കുന്ന വിവാഹമാവട്ടെ, അതല്ലാത്ത ഏതൊരു വിഷയം പരിശോധിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഈ ഒരു മാറ്റങ്ങൾ ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തിന്റെ തുടക്കം കുറിക്കുന്ന വിവാഹത്തെ കുറിച്ചുള്ള പുതിയ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ പല വേണ്ടാത്ത ആശയങ്ങളും മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ് എന്നുള്ളതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഒഴികെ
ബാക്കി എല്ലാവരും വിവാഹവും കുടുംബവുമായി ജീവിച്ചവരാണ് എന്നാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട് സൂറത്തുൽ റഅദിൽ, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ, അവർക്കൊക്കെ നാം ഭാര്യമാരും മക്കളും സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹ് പറയുന്നിടത്ത് പറഞ്ഞതാണ്, മുൻ പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്, അവർക്കൊക്കെ ഭാര്യമാരുണ്ടായിരുന്നു, അവർക്കൊക്കെ മക്കളുണ്ടായിരുന്നു, അവർ കുടുംബങ്ങളായി ജീവിച്ചവരായിരുന്നു എന്ന്. ലോകത്ത് കടന്നു വന്ന മനുഷ്യന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രതിസന്ധികൾ അനുഭവിച്ച ജീവിതത്തിലൂടെ കടന്നുപോയവരാണ് പ്രവാചകന്മാർ. ആ ജീവിത പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് അവർ കുടുംബത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു, കുടുംബത്തോടെ മുന്നോട്ട് പോയിരുന്നവരായിരുന്നു അവരെന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഭക്തിക്ക് തടസ്സം കുടുംബമാകുമോ എന്ന് ഭയപ്പെട്ട് ചില ആളുകൾ വിവാഹം വേണ്ട എന്ന പ്രതിജ്ഞയെടുത്തപ്പോൾ അവരെ താക്കീത് ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, നിസ്കരിക്കാനും നോമ്പെടുക്കാനും രാത്രി നമസ്കരിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും എന്റെ കുടുംബം, ഭാര്യ, വീട്ടുകാർ, മക്കൾ എനിക്ക് തടസ്സമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ചില ആളുകൾ കല്യാണം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് അവരെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ നൽകിയൊരു താക്കീത് ഉണ്ടായിരുന്നു, അന്നിക്കാഹു മിൻ സുന്നത്തി, എന്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. ഫമൻ ലം യഅമൽ ബിസുന്നത്തി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്തിൽ നിന്ന് എടുത്തിട്ടില്ല എങ്കിൽ അവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പറഞ്ഞ വാചകം ഒരുപക്ഷേ 80-85 മുൻപ് ജനിച്ച ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ 85 ശേഷം ജനിച്ച 1990-കൾക്ക് ശേഷം ജനിച്ച ജനതക്കും തലമുറക്കും എന്തിനാ ഈ ഒരു ആമുഖം? കുടുംബം എന്നുള്ളത് എന്റെ സുന്നത്തപ്പെട്ടതാണ്, ആ സുന്നത്ത് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് എന്തിനാ പറഞ്ഞത് എന്ന് ഒരുവേള 1990-കൾക്ക് ശേഷം ജനിച്ച ജനതക്ക് അത് പക്ഷേ പഴയ തലമുറയേക്കാൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അറിയേണ്ടത് എന്തിനാണ് വിവാഹം എന്നുള്ളതാണ്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം മനുഷ്യവംശം നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ്. കുടുംബം വേണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് തലമുതിർന്ന തലനരച്ച കാരണവന്മാർ തിരിച്ചറിയേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് കുടുംബം വേണമെന്ന് പഠിപ്പിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, മനുഷ്യവംശത്തിന്റെ നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണമെന്ന് നമ്മൾ അറിയണം. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ വ്യാഴാഴ്ച കുറച്ചൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട് കുടുംബം പാടില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പിടിച്ച് അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മുന്നെ കൊണ്ട് നിരത്തി സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു വാചകം എന്താന്ന് വെച്ചാല്, വീട്ടിലെ മുതിർന്നവരൊക്കെ പറയണത് ഇങ്ങനെ നടന്ന എനിക്ക് പെണ്ണിട്ടൂല എന്നാണ്. അത് പണ്ട് പറഞ്ഞാൽ ഏറ്റിരുന്നു ചെറുപ്പക്കാരി, ചെന്ന് പറഞ്ഞാൽ അത് ഏക്കണില്ല. ഓനത് 10-21 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ വാപ്പിയും വല്യാപ്പിയും മാമൊക്കെ ഇങ്ങനെ നടന്ന എനിക്ക് പെണ്ണിട്ടില്ല എന്നാ പറയണത് എന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ഒരു ചിരിച്ചു എന്ന് പറഞ്ഞാൽ നന്നാവണം പെണ്ണ് കിട്ടാൻ എന്ന് പഴയ കാലത്ത് നന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാചകങ്ങൾ വില പോവാത്തൊരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കണമെന്ന് തിരിച്ചറിവ് കുടുംബത്തിന്റെ നാഥന്മാർക്കും നായകന്മാർക്കും അറിയണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ധരിച്ചത്. ഒന്ന്, മനുഷ്യവംശം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബമെന്ന് പുതിയ തലമുറക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പ്രസവത്തോടടുക്കുന്ന 9 മാസവും 9 മാസത്തിലേക്ക് അടുക്കുന്ന 2 സിസേറിയൻ നടത്തി 3ാമത്തെ പ്രസവത്തിന് ഒരുങ്ങുന്ന ഡോക്ടറുടെ മുമ്പിൽ ഇരുന്ന് ആ പെൺകുട്ടി 26 വയസ്സുകാരിയായ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ 3ാമത്തതും സിസേറിയൻ ആണല്ലോ, നിർത്തൊന്നും വേണ്ടല്ലോ, 4ാമത്തതും ആകാലോ എന്നാണ്. ആലോചിച്ച് നോക്കി. ഒരു വേള തീരുള്ള മനസ്സുകളിൽ നിന്ന്, പെൺകുട്ടികളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്നൊരു വർത്തമാനവും ഒരു ചോദ്യമായിരുന്നു അത്. അടുത്തിരിക്കുന്ന ഭർത്താവ് പോലും ചിന്തിക്കാതെ ആ പെൺകുട്ടി മനസ്സിൽ നിന്ന് 4ാമത്തതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആലോചിക്കട്ടെ, ആ സമയത്തട്ടെ എന്ന് ഡോക്ടർ മറുപടി കൊടുക്കുമ്പോൾ അതാ കൂട്ടരെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ധീരുള്ള പെൺകുട്ടികളുടെ മനസ്സെങ്കിൽ അത് തന്നെയാണ് ഇസ്ലാം വെക്കുന്ന ലക്ഷ്യത്തിൽ ഒന്ന്. മനുഷ്യവംശം നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണമെന്നാണ്.
രണ്ടാമത്തേത് സമാധാന ജീവിതം നിലനിർത്തണോ, അത് കുടുംബ ജീവിതത്തിലൂടെ പറ്റുള്ളൂ എന്നാണ് സമൂഹം പഠിപ്പിക്കപ്പെട്ടതും അത് തന്നെയാണ് ഇസ്ലാം പറഞ്ഞതും. പക്ഷേ അതല്ലാത്തൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബം ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നം എന്നാണ് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത്. പക്ഷേ സമാധാനം ഉണ്ടാവണമെങ്കിൽ കുടുംബം വേണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രല്ല, മൂന്നാമത്തെ ലക്ഷ്യം സദാചാരത്തോടുകൂടി ഒരാണും പെണ്ണും ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതുപോലെ കഴിവും പ്രാപ്തിയും പക്വതയും എത്തിയാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളണം. എന്തിനാണത്? നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെന്നാണ്. കൂട്ടരെ, സയൻസ് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ നടക്കാനുള്ളതൊക്കെ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനും പറഞ്ഞത്, റസൂലും പറഞ്ഞത്, ആദ്യങ്ങള് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കാരണം അതൊരു സയൻസ് ആണ്. പടച്ചവനാണ്. അതുകൊണ്ട് പടപ്പുകൾ അറിയുന്ന റബ്ബ് പറയുന്നു, നിങ്ങൾക്ക് കണ്ണുകളെ താഴ്ത്താൻ അതേ അടിസ്ഥാനം വിവാഹം വേണം. മാത്രമല്ല, ആ കാഴ്ചയെ സൂക്ഷിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുക. ഇത് രണ്ട് ലക്ഷ്യവും നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങൾക്ക് പക്വത എത്തിയാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കൂട്ടരെ, സമൂഹത്തിന്റെ കെട്ടുറപ്പും സഹകരണ സംരക്ഷണ ബോധം വളർത്തലും മറ്റൊരു ലക്ഷ്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഈ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പരസ്പരം സഹകരണത്തോടുകൂടി സംരക്ഷണ ചുമതല, അതാ കുടുംബത്തിൻ്റെ ഉള്ളിൽ പരസ്പരം സഹകരിച്ച് സംരക്ഷിച്ച് ചുമതല ഏറ്റെടുത്ത് പോകുക. ഇന്നത്തെ പുതുതലമുറക്ക് അത് ഏറ്റെടുക്കാൻ വയ്യ എന്നുള്ളതാണ്. എന്ന കാര്യങ്ങളൊക്കെ നടക്കാനോ അതൊക്കെ നടക്കുന്നുണ്ട്. അതിനാ കൂട്ടരെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അതുപോലെ തന്നെ ബെസ്റ്റിയും ലിവിങ് ടുഗദറൊക്കെ എന്തിനാന്ന് വെച്ചാൽ സംരക്ഷണവും പരസ്പര സഹകരണത്തോടു കൂടി സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ വയ്യ. ഒരു ഭാര്യയും ഭർത്താവുമാകുമ്പോൾ രണ്ട് സ്വഭാവങ്ങൾ പരസ്പര സഹകരണത്തോടു കൂടി സംരക്ഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. അതിന് പുതിയ തലമുറയെ അപ്രാപ്യമാക്കുന്ന ചില കേന്ദ്രങ്ങളാണ് സമൂഹത്തിന്റെ ഉള്ളിലുള്ളതെന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് പരസ്പരം സഹകരിച്ച് സംരക്ഷണം ഒരുക്കി ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോവാനുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നത് കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നാണ്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ എനിക്ക് വിവാഹം വേണ്ട എന്നൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പറയില്ല കൂട്ടരെ. അങ്ങനെ പറയാൻ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുണ്ടായിട്ടില്ല. ഉണ്ടാവും, ഇല്ല എന്നല്ല, അത് വരും. പക്ഷെ ഇന്ന് പറയുന്നത് എന്താണെന്നത് ഇപ്പൊ വേണ്ടെന്നാണ്. ഇപ്പൊ വേണ്ടെന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പോഴല്ലേ വേണ്ടാത്ത. കൂട്ടരെ, വേണ്ട എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോ വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ്, പഠനത്തിന്റെ പേര് പറഞ്ഞ്, ജോലിയുടെ പേര് പറഞ്ഞ്, വരുമാനത്തിന്റെ പേര് പറഞ്ഞ്, ഞാനൊറ്റക്കാലിൽ നിന്നുള്ളട്ടെ എന്ന കാരണങ്ങൾ പറഞ്ഞ് പലതും നീട്ടിവെക്കുമ്പോഴും വിവരമില്ലാതെ ആ അഭിപ്രായത്തോട് സിന്ദാബാദ് വിളിക്കുന്ന രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഏറ്റെടുത്തോളാന്നാണ് ചില ആളുകളെ. മൂന്ന് കൂട്ടം ആളുകളെ അല്ലാഹു റസൂൽ പറഞ്ഞു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനഹും. അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് മൂന്ന് ടീമിനെ. അള്ളാഹ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് നാട്ടിലെ പഞ്ചായത്ത് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പ്രസിഡന്റോ MLA MP പ്രധാനമന്ത്രിയോ ഒന്നുമല്ല, പടച്ചോനെ ഏറ്റെടുത്തു എന്നാ പറഞ്ഞു മൂന്ന് ടീമിനെ. ആ മൂന്ന് ടീമിൽ ഒരു ടീം റസൂലുള്ളാഹി പറഞ്ഞു, പാതിവൃത്യം അഥവാ ശുദ്ധത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ വിവാഹത്തിനിറങ്ങിയാൽ അള്ളാഹ് ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് ജോലിന്റെ കാര്യം പറയണ്ട, പഠനത്തിന്റെ കാര്യം പറയണ്ട. കൂട്ടരെ, പഠിക്കുമ്പോ എന്താ വിവാഹം പറ്റൂലേ, ജോലിക്ക് എന്താ വിവാഹം പറ്റൂലേ? പക്ഷേ പല കാരണങ്ങളും പറഞ്ഞത് നീട്ടി നമ്മുടെയൊക്കെ കുട്ടികളെയും പുതുതലമുറയും വേണ്ടാത്തരങ്ങളിലേക്ക് എത്തിക്കുന്നു. 12-13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പെൺകുട്ടിക്ക് അതേ ഓപ്പോസിറ്റ് ലൈംഗികതയുള്ള ആൾ ആവശ്യമായി വരുന്നുണ്ട്. പക്ഷേ അതൊരു 18-ലും 19-ലും 20-ലെങ്കിലും സമ്മതിച്ചു കൊടുക്കാത്ത പേരൻസ് ഇവരില്ലാത്തവരെന്നെ കൂട്ടരെ. കാരണം ഇത് അറിയാത്തത് കൊണ്ട് തന്നെ. ഇതിനർത്ഥം പഠനം ഒഴിവാക്കണമെന്നോ ജോലി ഒഴിവാക്കണമെന്നല്ല. ഹലാലായ ഇസ്ലാം പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അംഗീകരിച്ച് നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാം.
അവർ പഠിക്കട്ടെ, അവർ ജോലി നോക്കട്ടെ. അതിനോടൊപ്പം തന്നെ അത് രണ്ടും വിവാഹത്തിന് വിഘാതമാകാൻ പാടില്ല. വിവാഹം ഒരു ഭാഗത്തുകൂടെ, കുടുംബജീവിതം ഒരു ഭാഗത്തുകൂടെ പോകേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ ഇപ്പൊ കല്യാണം വേണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ലിബറലിസം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വന്നു എന്നാണ് അതിനർത്ഥം. രണ്ടാ, ലിബറലിസം ബാധിച്ച ചില മോട്ടിവേഷൻ സ്പീക്കർമാരുടെ സ്വാധീനം നമ്മുടെ കുടുംബത്തിലുണ്ട്. ചില മോട്ടിവേഷൻ സ്പീക്കർമാർ നമ്മൾ തന്നെ വലിയ കാര്യത്തോടു കൂടി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ആളുകളുണ്ട്. നിങ്ങളെ അമ്മാമ്മമാരും നിങ്ങളെ ഉപ്പമാരും നിങ്ങളെ കാരണവന്മാരൊക്കെ നിങ്ങളെ വിവാഹത്തിന് നിർബന്ധിക്കും. അവരോട് പോയി പണിയേക്കാൻ പറയാം, നിങ്ങൾ പഠിച്ചോളി എന്നാണ്. അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളെ കുടുംബത്തിന്റെ അകത്ത് അവരൊക്കെ വലിയ വലിയ സ്പീക്കർമാരാണ്. അവരെ നമ്മൾ കുടുംബം ഒന്നിച്ചിരുന്ന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കൂട്ടരെ, പഠനം, ജോലി വിവാഹത്തിന് തടസ്സമല്ല എന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഖുർആൻ പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ അവിവാഹിതരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ആരോടാ പറഞ്ഞതറിയോ? ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരോടാണ്, ഇവിടെ ഇരിക്കുന്ന ഭാരവാഹികളോടാണ്, നാട്ടിലെ കാരണവന്മാരോടാണ്. അല്ലാഹു കൽപ്പിക്കുന്നു, വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ അവിവാഹിതരെ നിങ്ങളാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും, നിങ്ങളിലെ കൂട്ടത്തിലെ അടിമകളുടെ കൂട്ടത്തിലെ നല്ലവരായ സ്ത്രീകളും പുരുഷന്മാരുണ്ടാവും, അവരെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയും. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? ഈ യകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെന്ന് വിചാരിച്ചോളി. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരാണ്. അള്ളാഹു അവരെ സമ്പന്നന്മാരാക്കിയേക്കാം എന്നാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി കൂട്ടരെ, വിവാഹിതരായ മനുഷ്യന്മാരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതലും ആളുകളും. പരസ്പരം ബാധ്യതകൾ മറന്നാവരുത് ജീവിതം. പലപ്പോഴും കുടുംബം, അടുത്ത തലമുറ കുടുംബം ഒരു ഭാരമാണ്, അതൊരു ചങ്ങലക്കെട്ടാണ് എന്ന് പലപ്പോഴും തെറ്റുദ്ധാരണ അവരുടെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം പരസ്പരമുള്ള ബാധ്യതകൾ മറന്നുകൊണ്ടുള്ള ജീവിതം ദമ്പതികൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വിവാഹം കഴിഞ്ഞൊരു സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നബി, പുതിയ വിവാഹക്കാരനാണ്, പുതിയ വിവാഹം തുടങ്ങിയതാണ്. അയാൾ വന്നിട്ട് നബിയോട് ചോദിച്ചു, മഹഖുൽ ബർഅതി അല സൗജ്, നബിയെ, ഒരു ഭാര്യയോടുള്ള, തന്റെ ഇണയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരുമെന്നാണ്. വിവാഹം കഴിഞ്ഞ് വന്നതാണ്, അതിലൊരു കുറെ നമുക്ക് തിരിച്ചറിയാണ്ട്. ഒരു വിവാഹം എന്നുള്ളത് പഠിച്ചും മനസ്സിലാക്കിയും ചെയ്യാനുള്ളതാണ് എന്നുകൂടി ഇതുന്നുണ്ട്. ആ സ്വഹാബി വന്ന് ചോദിച്ചപ്പോ റസൂൽ മറുപടി കൊടുത്തു, നീ കഴിക്കുന്നുണ്ടെങ്കിൽ അവളെയും നീ കഴിപ്പിക്കണം. നീ ഉടുക്കുന്നുണ്ടെങ്കിൽ അവളെയും ഉടുപ്പിക്കണം. മുഖത്തടിക്കാൻ പാടില്ല. പിണങ്ങിക്കാൻ പാടില്ല. വീട്ടിലല്ലാതെ, പിണക്കൊക്കെ ചിലപ്പോ പറ്റും, പക്ഷേ വീട്ടിന്റെ പുറത്തേക്ക് നിങ്ങളെ പണക്കം പോകരുത് എന്നാണ്. കൂട്ടരെ, അള്ളാഹുവിന്റെ റസൂൽ മനഃശാസ്ത്രപരമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് പണങ്ങേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് വീട്ടിന്റെ പുറത്താവരുത്. വീട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് പണങ്ങാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ബാധ്യതകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കി, നിങ്ങൾ മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞ അക്മലുൽ മുഅ്മിനീൻ ഈമാന, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എവിടെയാണെന്നോ? അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാകുമ്പോഴാ. ഖിയാറുക്കും ലിനിസാഇഹിം, തന്റെ പെണ്ണിനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് മാന്യതയുള്ളവനാണോ അല്ലേ എന്നുള്ളതിന്റെ അടയാളം, മാനദണ്ഡം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഒരു ആശയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിമനോഹരമായ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കി, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന. ഒന്നിച്ചിരിക്കാൻ, ഒന്നിച്ച് കേൾക്കാൻ, ഒന്നിച്ച് കളിക്കാൻ, ഒന്നിച്ച് യാത്ര ചെയ്യാൻ, ഒന്നിച്ച് തമാശ പറയാൻ, വിനോദിക്കാൻ ഒരു ഭാര്യക്കും ഭർത്താവിനും, അവർ എത്ര പ്രായമുള്ളവരാവട്ടെ, അവർ എത്ര പഴക്കമുള്ളവരാകട്ടെ, കുടുംബപരമായി എത്ര പഴക്കം അവർക്കുണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ അവരൊന്ന് തമാശ പറയാൻ, അവരൊന്ന് കേട്ടിരുന്നു കൊടുക്കാൻ, അവരൊന്ന് പരസ്പരം വിനോദത്തിൽ ഏർപ്പെടാൻ കഴിയണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും പ്രതിഫലമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പിന്നിൽ അതാണ് കാരണം. സുന്ദരമായ ദാമ്പത്യം ഉണ്ടായി വരുന്നത് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇടപഴകുമ്പോഴും സൂക്ഷിക്കുമ്പോഴുമാണ് എന്ന്
വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, സ്ത്രീകൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഖൈറുൻ നിസാഇ ഇംറാത്തുൻ, ഒരു നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ, നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ, ഇദാ നളർത ഇലൈഹാ സർറതുക, ഭർത്താവ് ഒന്ന് നോക്കുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവണം ഭർത്താവിന്. അങ്ങനത്തെ പെണ്ണാണ് നല്ല ഭാര്യ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വഇദാ അമർതഹാ അതഅതുക, അതേ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന ഒരു പെണ്ണ്. വഇദാ ഗിബ്ത അൻഹാ, അവളിന്റെ അടുത്ത് തന്റെ ഭർത്താവില്ല എങ്കിൽ, ഹഫിളതുക ഫീ നഫ്സിഹാ വമാലിക, ആ പെണ്ണ് സ്വന്തം ശരീരവും തന്റെ ഭർത്താവിന്റെ സമ്പത്തും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പേരാണ് ഇംറഅത്തുൻ സ്വാലിഹ, നല്ല പെണ്ണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒന്നുകൂടി നമ്മൾ അറിയണം, ഇത് അടിമത്തമല്ല, ചങ്ങലക്കെട്ടല്ല എന്ന് പുരുഷന്മാർക്ക് അടുത്ത തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം കൂട്ടരെ. ഇത് അടിമത്തമല്ല, ചങ്ങലക്കെട്ടല്ല, അടിമയല്ല. അടിക്കാനും കുത്താനും ചീത്ത പറയാനും തന്റെ ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതിരിക്കാനുള്ള അടിമത്തമല്ല ഇതെന്ന് നമ്മൾ അറിയണം. ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാള പ്രയോഗമാ, ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രയോഗമല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവെന്ന മലയാളത്തിന്റെ അർത്ഥം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവെന്ന. പക്ഷെ ഇസ്ലാം പറഞ്ഞ എന്താണെന്നറിയോ? ഖുർആൻ പരിശോധിക്കൂ, അസ്സൗജി എന്നാണ്, ഇണ എന്നാ പറഞ്ഞത്. പരസ്പരമുള്ള ഒരു കൂട്ടുബന്ധത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അവർ. എന്നാൽ ചില സമയങ്ങളിൽ അവർ സ്ത്രീകളുടെ മുകളിലാണ്. കാരണം അവരാണ് സമ്പത്ത് ചെലവഴിക്കുന്നത് എന്നതുകൊണ്ടാണ്. സമ്പത്ത് ചെലവഴിക്കുന്നതുകൊണ്ടാണ് ഒരു ആണിനെ ഒരു വേള സ്ത്രീകളുടെ മേൽ ഒരു മേൽക്കോയ്മ എന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. ചെലവാക്കാത്തവൻ എന്തില്ല എന്നറിയോ? അതില്ല എന്നാണ്. അതില്ല. തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും വേണ്ടി ചിലവാക്കാനില്ലാത്തവൻ, ചിലവാക്കാത്തവൻ, അതൊക്കെ അവിടുന്നും ഇവിടുന്നും അഡ്ജസ്റ്റ് ചെയ്തും അവരുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നവന്, അവന് പറ്റിയ പണിയല്ല ഇത് എന്ന ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അടിമത്തമല്ല, ചങ്ങലക്കെട്ടല്ല. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് ചെയ്യുന്ന സഹായങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ അവൾക്ക് സ്വർഗ്ഗമില്ല തന്നെ ഇസ്ലാമിന്റെ ഭാഷ്യം. എന്നാൽ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ഭാര്യമാർ ജീവിതത്തിലേക്ക് വന്നപ്പോഴും അതിൽ ഒരാളെ റസൂലുള്ളാഹി പ്രത്യേകം എടുത്തു പറഞ്ഞു, എന്റെ ഖദീജ എന്ന്. കാരണമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അബൂ സലമ മരണപ്പെട്ടു, ഉമ്മു സലമ വിധവയായി. അബൂ സലമയുടെ മയ്യത്തെടുത്ത് കഴിഞ്ഞ് ഉമ്മു സലമ സംസാരിക്കുന്ന ഒരു വർത്തമാനം ചരിത്രത്തിലുണ്ട്. എന്റെ അബൂ സലമയെ പോലെ മറ്റൊരാൾ എനിക്കിനി കിട്ടില്ല എന്നായിരുന്നു ഉമ്മു സലമ പറഞ്ഞത്. തന്റെ ഭർത്താവിന്റെ വില കൽപ്പിക്കുന്ന, തന്റെ ഭർത്താവിന്റെ വില മനസ്സിലാക്കി ഭർത്താവെന്ന ആ ഒരു ദൗത്യം പൂർണ്ണമായി നിർവഹിച്ച് കടന്നുപോയ സ്വഹാബിയെ കുറിച്ചാണ് സ്വഹാബി വനിത ഭാര്യ ഉമ്മു സലമ പറയുന്നത്, എന്റെ ഭർത്താവിനെ പോലെ, എന്റെ അബൂ സലമയെ പോലെ എനിക്ക് നല്ലത് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നല്ലത് കൊടുത്തത് അള്ളാന്റെ റസൂലിനെയായിരുന്നു. അള്ളാന്റെ റസൂലാണ് പിന്നെ ഭർത്താവായി വരുന്നത്. നോക്കണേ നിങ്ങള്, അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടേത് വിജയകരമാണോ എന്നൊരു വിചിന്തനം കൂടി ഇന്നത്തെ ഈ ഒരു ഖുതുബ കൊണ്ട് നമുക്ക് കിട്ടണം. വിജയകരമാണോ? കൂട്ടരെ, കുറവില്ലാത്തവരാരും നമ്മളെ കൂട്ടത്തിലില്ല. കുറവുകൾ ഉണ്ടാവും, പക്ഷെ ആ കുറവുകൾക്കപ്പുറം ചങ്ങലക്കെട്ടുകളാകാതെ സുന്ദരമായി, അല്ലേ? പലപ്പോഴും എന്താന്ന് ചോദിച്ചാൽ, ഭാര്യ എവിടെയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആവും ഭർത്താവ്. ഭർത്താവ് എന്ത് പറയുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആവും ഭാര്യ കുടുംബത്തിൽ പലപ്പോഴും. അത് സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണെങ്കിൽ കൂടി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോഴാണ് ഒരു റാഹത്ത് കിട്ടുന്നത് എന്നാണ് പലപ്പോഴും പല ഭാര്യ ഭർത്താക്കന്മാരുടെയും അവസ്ഥ. എന്താ കൂട്ടരെ, എന്താണ്? അവിടെയാണ് ചങ്ങലക്കെട്ടുകളാണോ എന്നറിയേണ്ടത്. കുടുംബത്തിന്റെ അകത്ത് മുതിർന്നവരും വ്യത്യസ്ത റോളുകൾ എടുക്കുന്നവരും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ദാമ്പതിമാരെ അകറ്റുന്ന പണി കുടുംബത്തിന്റെ ഉള്ളിൽ എടുക്കുന്ന ആള് ഞാനാണോ എന്ന് നമ്മളൊന്ന് അറിയണം. 2-3 മക്കൾ, ആൺമക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അവർ സുന്ദരമായി ജീവിക്കുമ്പോൾ അതിന്റെ ഇടക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഉപ്പയും ഉമ്മയും ആകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. നേരെ തിരിച്ച് മരുമക്കൾ കയറി വരുമ്പോഴും എന്റെ ഭർത്താവും അവരുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടക്കുള്ള വിഘാതം ഞങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ നാത്തൂന്മാരും കുടുംബത്തിന്റെ അകത്ത് വ്യത്യസ്ത റോളുകൾ എടുക്കുന്നവർ ചിന്തിക്കേണ്ട റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകളുണ്ട്. യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, മുറിച്ച് കളയുന്നവൻ സ്വർഗ്ഗത്തിൽ പോകില്ല. ലാ യദ്ഖുലുൽ ജന്നത നമാമുൻ, നമീമത്ത് പറയുന്നവൻ സ്വർഗ്ഗത്തിൽ പോകില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ,
ഒറ്റക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സ്വർഗത്ത് പോലെന്ന് ഒരേ വാചകത്തിലെ റസൂലുള്ള രണ്ടും മൂന്നും വ്യത്യസ്ത ഹദീസുകളിലുള്ള വാചകങ്ങളാ കൂട്ടരെ. പക്ഷെ റസൂലുള്ള പറഞ്ഞു നോക്കിങ്ങള്. അതുകൊണ്ട് കുടുംബത്തിന്റെ ഉള്ളില് ചിലപ്പോ നമ്മളൊരു വാക്കുകൊണ്ട് മുറിഞ്ഞു പോയ ബന്ധങ്ങൾ ഉണ്ടാവും. അതിന്റെ പരിണിതി ഫലം എന്താണെന്നറിയോ? സ്വർഗത്ത് കടക്കൂല എന്നാണ്. സ്വർഗത്ത് കടക്കൂല. നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ഒക്കെ ഉണ്ടാവും കൂട്ടരെ. പക്ഷെ കഴിയൂല അങ്ങോട്ട് പോവാന്. അതുകൊണ്ട് കുടുംബം സുന്ദരമാകാൻ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരും എടുക്കേണ്ട ഡ്യൂട്ടികൾ യഥാവിധി എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അത് സുന്ദരമാകുള്ളൂ. അതാണ് അടുത്ത തലമുറ എന്ത് ചെയ്യുന്നത്, കണ്ടു പഠിക്കുന്നത് എന്നുകൂടി ഇസ്ലാമിന്റെ വിവാഹത്തെയും ദാമ്പത്യ ജീവിതത്തെയും പച്ചയായി പഠിക്കാൻ നമുക്ക് കഴിയണം. അത് അടുത്ത തലമുറയിലേക്ക് മാറ്റം ചെയ്യാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നാം പറഞ്ഞു വന്നത് ഏതൊരു കാലത്തും പ്രസക്തമാകുന്ന ഒരു വിഷയമാണ്, എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരു വിഷയമാണ് കുടുംബം, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ കുറവുകൾ ഉള്ളവരാണല്ലോ മനുഷ്യന്മാർ. നമ്മൾ ഓരോരുത്തരും കുറവുകൾ എവിടെയാണോ ആ കുറവുകൾ നികത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് ഞാൻ ഇന്ന് തിരിച്ചറിയേണ്ട, ഇന്നത്തെ ഖുതുബയിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളേണ്ട ഭാഗം ഏതാണ് എന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെട്ടിപ്പടുക്കുന്നത് അതിൻ്റെ തുടക്കം വിവാഹമാണ്. നമ്മളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖൈറു ഉമ്മത്തുമാണ്, നല്ല സമൂഹമാണ് നിങ്ങൾ എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ആ നല്ല സമൂഹമാണോ എന്ന് എല്ലാറ്റിലും പാടെ പരിശോധിക്കൊന്നും വേണ്ട. നമ്മളെയൊക്കെ കുടുംബത്തിന്റെ അകത്ത് കിടക്കുന്ന വിവാഹം നോക്കിയാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലെ മെമ്പറാണോ അല്ലേന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. നോക്കി നിങ്ങൾ, ഖൈറു ഉമ്മ എന്ന് പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു ഹദീസ്, ഫൈദാ ദഖൽതും ഫസല്ലിമു അലാ അഹ്ലിഹാ. നിങ്ങൾ ഒരു സദസ്സക്കാകട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിക്കാകട്ടെ കയറി ചെല്ലുമ്പോൾ അവിടെ സലാം പറയണം എന്നാണ്. ഒരു മംഗലത്തിന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള സന്ദർഭങ്ങളും ഇന്ന് നമുക്ക് ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെന്ത് ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടത്. പാട്ടും കൂത്തും തോന്നിയാസങ്ങളും ഇസ്ലാം ഹറാമാക്കിയ എല്ലാ ഹറാമുകളും അവിടെ ഉണ്ടായിരിക്കെ ആ ഒരു സദസ്സക്ക് കയറി ചെല്ലുന്ന എത്ര ഈമാനുള്ളവർ ആ സദസ്സക്ക് വരും? ഒന്ന്. രണ്ട്, വന്നാൽ തന്നെ മനസ്സറിഞ്ഞൊന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് കുലുക്കി തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എത്ര ആളെ കുത്തും കൂട്ടരെ. അതുകൊണ്ട് ഖൈറ ഉമ്മത്താണോ എന്ന് അറിയാൻ ഇനി നമ്മളൊക്കെ വീട്ടിൽ വരുന്ന കല്യാണങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിക്കുക. ഇപ്പൊ കഴിഞ്ഞത് ഒന്ന് നോക്കുക. കഴിഞ്ഞതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അള്ളാഹിനോട് പറയുക, പുറത്തു തരാൻ. എന്നിട്ട് ആ കുട്ടികളൊന്ന് നല്ല രൂപത്തിൽ മുന്നോട്ട് വേണം വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ധാരാളമായി കൗൺസിലർമാരുടെ മുമ്പിൽ വരുന്ന കേസ് എന്താണെന്നറിയോ കൂട്ടരെ, ഒരു ഭാഗത്ത് മയക്കുമരുന്ന് സംഗതികളും വരുന്നുണ്ട്, മറ്റൊന്ന് ഏതാന്ന് വെച്ചാൽ ഡൈവോഴ്സുകളാണ്. അവരുടെ ചരിത്രം വായിക്കുമ്പോൾ മംഗലത്തിന്റെ മുന്നും മംഗലത്തിന്റെ ദിവസം മാത്രം കഥ കേട്ടാൽ മതി, ഇതിങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. അതുകൊണ്ട് നമ്മളൊക്കെ കുട്ടികൾ വീട്ടിൽ വന്ന് ഇരിക്കണോ അതല്ല ഓലൊക്കെ നല്ല രൂപത്തിൽ പോകണോ എന്ന് നമ്മളാ തീരുമാനിക്കണം. അതിനുള്ള ആണത്വവും അതിനുള്ള തൻ്റെടൊക്കെ ഉള്ളവർ തന്നെയാണല്ലോ കൂട്ടരെ നമ്മൾ ഓരോരുത്തരും. പക്ഷെ ആ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഖൈറ ഉമ്മത്താണോ എന്ന് നമ്മൾ ആലോചിക്കുക. രണ്ടാമത്തേത് റസൂലുള്ളാഹി പറഞ്ഞ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് എന്നാണ്. വഴിയിൽ നിന്ന് മാലിന്യം നീക്കാനും തടസ്സം നീക്കാനും. സമീപകാലത്ത് മംഗലങ്ങൾ നമ്മളോട് ആലോചിച്ച് നോക്കിയാണ്. പുതിയപ്പള വരുന്നത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ്. കുറെ ചെറുപ്പക്കാർ ഒന്നിച്ച് നടന്ന് പാട്ടും കൂത്തുമായി നിൽക്കുമ്പോൾ പാവങ്ങള് ഓല സന്തോഷ ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് റോഡ് സൈഡാക്കി വണ്ടികൾ നിൽക്കണം. ഓൽക്ക് തിരക്കില്ലാത്തോണ്ടല്ല, ഓൻ ചെലവഴിക്കണ ഒരു മിനിറ്റ് ഉണ്ടല്ലോ റോഡ് സൈഡാക്കിയിട്ട് ഓല സന്തോഷത്തിന്റെ ഇടയ്ക്ക് നമ്മളിഞ്ഞൊരു ഇടങ്ങേറുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഇത് വഴിയാണ് മാറിക്കേടാ എന്ന് പറഞ്ഞ ആ വഴിയിലൂടെ പോകാൻ തൻ്റെ ഉള്ളോനും റോഡ് സൈഡാക്കി നിൽക്കണെന്താണെന്നറിയോ, ഓൽക്കിഞ്ഞൊരു ഇടങ്ങേറുണ്ടാക്കേണ്ടെന്നാണ്.
ഓല് നിൽക്കണ ഓരോ മിനിറ്റിലും നമ്മൾ അള്ളാന്റെ അടുക്കൽ മറുപടി പറയേണ്ട ഒരു കൂട്ടരെ. അതുകൊണ്ട് ചെറുപ്പക്കാരും നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബനാഥന്മാരും നമ്മളെ വീട്ടിലെ കല്യാണങ്ങൾ ഏറ്റവും സെറ്റ് നമ്മളെ ലീഡർഷിപ്പിലാണ് നടക്കേണ്ടത്. മറ്റൊന്ന് നോക്കിങ്ങള്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി നടക്കേണ്ടതാണ്. പന്തലിടാനും ഇവന്റ് മാനേജ്മെന്റിനും ഫുഡിനും അണിയിച്ചൊരുക്കാനും ബ്യൂട്ടി പാർലറും കൊടുത്ത പൈസന്റെ ഒരംശം നിസ്കരിക്കാൻ പള്ളിയൊന്നും അടുത്തില്ലെങ്കിൽ യാത്രക്കാരായി വരുന്ന കല്യാണത്തിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു 10-15 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ എത്ര ആൾ നമ്മളെ വീട്ടില് കുടുംബത്തിൽ കല്യാണം ഉണ്ടാക്കിയപ്പോൾ നടത്തിയിട്ടുണ്ട്. എത്ര ലക്ഷങ്ങളും എത്ര 10,000ങ്ങളും നമ്മൾ മുടക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ കുട്ടിന്റെ കല്യാണത്തിന് വന്നിട്ട് ഓല ദുഹറിന്റെ ജമാഅത്ത് പോയിട്ടോ ഓൽക്ക് നിസ്കാരം തന്നെ സമയത്ത് കിട്ടിയില്ലട്ടോ എന്ന് നമ്മളെ കൊണ്ട് നാളെ പരലോകത്ത് പറയിക്കാതിരിക്കാൻ കൊടുക്കുന്ന ലക്ഷങ്ങളുടെ ഇടയിൽ ഒരു 5,000-6,000 റുപ്യ കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് ഒരുക്കാൻ ഇനി മുതലെങ്കിലും നമ്മുടെ കല്യാണങ്ങൾക്കും മംഗലങ്ങൾക്കും കഴിയണം. അല്ലാഹ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊന്ന് കൂട്ടരെ, അൽ മആസിഫ് വൽ ഖൈനാത്ത് എന്നാണ്, ഹറാമാക്കിയതാണ്. പെണ്ണുങ്ങൾക്ക് പട്ട് ആണുങ്ങൾക്ക് പട്ട് ഹറാമാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് സ്വർണം ഹറാമാണെന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? സംഗീതോപകരണങ്ങളും നൃത്തങ്ങളൊക്കെ ഹറാമാണ്. നിങ്ങളെന്താ ആലോചിച്ച് നോക്കി. മംഗലം നമ്മളെ വീട്ടിൽ പടുത്ത കാലത്ത് കഴിഞ്ഞിട്ട് അത് നമ്മളെ മനസ്സിൽ വരുന്നത്. ഇനി നമ്മളെ വീട്ടിൽ മംഗലം നടക്കാണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനിങ് നമ്മളെ മനസ്സിൽ വരുന്ന ഇന്നത്തെ കുത്തുബയോട് കൂടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, നൃത്തങ്ങളും മ്യൂസിക്കും ഇല്ലാത്ത കല്യാണം കൂട്ടരെ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങേണ്ട സദസ്സാണ്. പക്ഷെ അതങ്ങോട്ട് ബന്ധിപ്പിച്ച് അവിടേക്ക് വരുന്നത് പിശാചുക്കളെ സന്തോഷിപ്പിക്കാനുള്ള പണികളിൽ. എങ്ങനെ കൂട്ടരെ ആ കുടുംബം മുന്നോട്ട് പോകുക? 1-2 ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ആദ്യ രാത്രി മാത്രം കഴിച്ച് പിറ്റേ ദിവസം ഡൈവോഴ്സായി ഒരാഴ്ച കഴിഞ്ഞ് കൗൺസിലറുടെ മുമ്പിലിരുന്ന് അവർ പറഞ്ഞ ചരിത്രം അനുഭവക്കൂട്ടരെ നമുക്ക്. അതുകൊണ്ട് നമ്മളെ കുട്ടികള് മുന്നിക്ക് പോണോ റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയും മാലാകമാരാണ് ഇറങ്ങേണ്ടത്, അതല്ല ശൈത്താനും സംഘവുമാണ് ഇറങ്ങേണ്ടത്. നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? അടിവരയിടേണ്ടത് എന്നറിയുക. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ദൂർത്ത മറ്റൊന്ന് കൂട്ടരെ, ദൂർത്ത് പൈസക്കാർക്ക് പൈസക്കാരനുസരിച്ച് പോകാം. കുറച്ച് പൈസ കുറവുള്ളവർ പൈസ കുറവ്. ദൂർത്ത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എന്റെ ആസ്തി 10 കോടിയാണെങ്കിൽ ചിലപ്പോ 10,000 ആസ്തി ഉള്ളവന്റെ എന്റെ ആസ്തി നോക്കുമ്പോഴേ ദൂരത്തിൽ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മളെ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഏതാ ദൂർത്താവുക എന്ന് അത് ചെലവഴിക്കണമെന്ന് നല്ലോണം അറിയാം. വസ്ത്രത്തിലാവട്ടെ, ഭക്ഷണത്തിലാവട്ടെ, അതല്ലാത്ത ആഡംബരങ്ങളിലാകട്ടെ, കോസ്മെറ്റിക്സ് വസ്തുക്കൾ മേടിച്ച് എല്ലാം ഒരു പൊട്ടിയിട്ട് ഒരുക്കുന്ന രൂപത്തിലാകട്ടെ, ഏതിലാ വരുന്നത് നമ്മളുടെ ആലോചിച്ചാൽ അത് നമ്മൾ നാട്ടുകാര് തീരുമാനിക്കണമല്ല. ഇന്നതാണ് ദൂർത്ത്, ഇന്നതാണ് ദൂർത്ത്. എൻ്റെ കൂടെ കല്യാണം നടക്കണ ഞാനാ ആലോചിക്കേണ്ടത് ഏതിലാണ് ദൂർത്ത് വന്നതും ദൂർത്ത് വരാത്തതും. ഒരുപക്ഷെ നാട്ടുകാർ വിലയിരുത്തുന്ന ഒക്കെ ശരിയായിക്കോളണമെന്നില്ല. ദൂരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക അവസ്ഥ. കാരണം എൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചിലപ്പോൾ നല്ല കുറച്ച് സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യൻ അയാളെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുറച്ച് കല്യാണം നടത്തേണ്ടി വരും. അതൊന്നും ഇസ്ലാം ഹറാമാക്കണതല്ല. പക്ഷെ അയാളാ തീരുമാനിക്കേണ്ടത് ദൂർത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവരെന്താണ്? ശൈത്താന്മാരാളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാവട്ടെ ഇന്ന് പോക്ക് എന്ന് നമ്മൾ ഓർക്കുക. മറ്റൊന്ന് കൂട്ടരെ, മഴ കനക്കുകയാണ്, മഴ കൂടാൻ, അവധികളാണെന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല കാരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും സാധാരണക്കാർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒക്കെ അവസ്ഥകൾ മനസ്സിലാക്കണം. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒന്ന്, വാക്കുകളിൽ കുഫറും ഷിർക്കും വരാതെ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാര് കുഫറും ഷിർക്കും വരുന്നിടത്ത് പറയുന്നത് എന്താണെന്നറിയോ? കർക്കിടക മാസം ആയതുകൊണ്ടാണ്, ഞാറ്റുവേല ഉണ്ടായതുകൊണ്ടാണ്, അവിടെ ന്യൂനമർദ്ദം ഉണ്ടായതുകൊണ്ടാണ് മഴ. അങ്ങനെ നമ്മൾ പറയില്ല, അത് സ്വാഭാവിക പറച്ചിലാണ്. പക്ഷെ അതിലൊക്കെ കുഫർ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളെ മനസ്സിലുണ്ടാവും അല്ലെന്ന്, പക്ഷെ എന്നാലും ചിലപ്പോൾ വാചകങ്ങൾ വരുമല്ലോ, അതൊരു പ്രയാസമായി പറയുന്നുണ്ട് പണ്ഡിതന്മാർ. പിന്നെ എന്താ പറയേണ്ടത്? അവിടെ അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് കർക്കിടക മാസം ഞാറ്റുവേലി ന്യൂനമർദ്ദമൊക്കെ അള്ളാഹ് വെച്ചൊരു സബബാണ്, കാരണമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ വാചകങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ രൂപത്തിൽ എഡിറ്റ് ചെയ്യാൻ കഴിയണം. മുത്തിറന്നാ ബിഫളില്ല, അള്ളാന്റെ ഔദാര്യം കൊണ്ട് മഴ കിട്ടി എന്നുള്ളിടത്തേക്ക് നമ്മളെ മനസ്സും നമ്മുടെ നാവൊക്കെ വരേണ്ടതുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തേത്, ശപിക്കാൻ പാടില്ല. കാരണം നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. നമുക്ക് വീട്ടിലാണെങ്കിലും പണിക്ക് പോണോടത്താണെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങേണ്ടതിലൊക്കെ എടുത്ത് ചിലപ്പോൾ തടസ്സമായിട്ട് മഴ വരും.
നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. റസൂൽ പറഞ്ഞു നിങ്ങൾ കാലത്തെ ശപിക്കരുത്, കാരണം അള്ളാഹുവാണ് കാലം. നമ്മൾ മഴയെ ശപിച്ചാൽ അള്ളാഹിനെ ശപിക്കുന്നതിന് തുല്യാണ്. അതുകൊണ്ട് അതൊന്ന് വിട്ടിരിക്കണം. മറ്റൊന്ന് മുൻകരുതലുകളാണ്. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള കാലം പോലെയല്ല, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ശ്രദ്ധ കൂടി ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മുൻകരുതലുകൾ വേണം. രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണം. ആരോഗ്യ വകുപ്പും ഗവൺമെന്റൊക്കെ നൽകുന്ന മുൻകരുതലുകൾ സ്വീകരിക്കൽ നമ്മുടെ വധവിഷയമാണ്. മതത്തിന്റെ പാഠങ്ങളിൽ പെട്ടതാണ്. അത് നമ്മൾ അനുസരിക്കണം. നമ്മുടെ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാണ്. സ്കൂൾ കൂടി ഇല്ലാതാവുമ്പോൾ, കുട്ടികൾ വീട്ടിലില്ലാതിരിക്കുമ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് പ്രാർത്ഥനയാണ്. മഴ ലഭിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, പടച്ചോനെ ഇത് ഉപകാരമുള്ള മഴയൊക്കെയാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പടച്ചോനെ ഉപകാരമുള്ള മഴയൊക്കെയാണ്. മഴ കഴിഞ്ഞാൽ, മഴ കിട്ടിക്കഴിഞ്ഞാൽ മുത്തർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹിന്റെ ഫദ്ൽ കൊണ്ട് മഴ കിട്ടിയെന്നാണ് പറയേണ്ടത്. ഇനി മഴ അധികമാകുമെന്ന് വിചാരിച്ചു അപ്പോഴും പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, പടച്ചോനെ ഞങ്ങളെ ചുറ്റുവട്ടത്തേക്ക് കൊടുക്ക്, ഞങ്ങൾക്ക് വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലാകട്ടെ ഓരോ കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോഴും അള്ളാഹിന്റെ ഫദ്ൽ കൊണ്ടും അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടും നമ്മുടെ ഇടപെടലുകൾ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഒരു ജുമാഅക്ക് പോലും പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് കഴിയുന്ന വാർദ്ധക്യ സഹജമായ രോഗമുള്ളവരും അല്ലാത്തവരും ഉണ്ട് നാഥ. അവർക്കെല്ലാവർക്കും നീ സുഖവും സന്തോഷവും മനസ്സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പരലോകത്ത് കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തികമായി കടം കൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ ഒരു വേള ഹറാമായ പലിശയിൽ പോലും കുടുങ്ങിയവർ, അല്ലാഹുവേ വിടുതൽ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കുടുംബത്തിന്റെ അകത്ത് മനസ്സമാധാനമില്ലാത്ത അസ്വാരസ്യങ്ങളുള്ള മനസ്സുമായി മുന്നോട്ട് പോകുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, മനസ്സറിയുന്നവൻ നീയാണ്. പ്രയാസങ്ങൾ നീക്കി ബന്ധങ്ങളെ സുദൃഢമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد